ചരിത്രത്തിൽ ഒരു ജനതയെ മുഴുവൻ ക്രൂരമായി അടിമകളാക്കി വച്ച, സ്വയം ദൈവമെന്ന് അഹങ്കരിച്ച ഒരു ഭരണാധികാരിയുണ്ടായിരുന്നു ഫിർഔൻ. ആ അഹങ്കാരത്തിൻ്റെ കോട്ടകളെ തകർക്കാൻ, അടിമകളാക്കപ്പെട്ട ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അള്ളാഹു നിയോഗിച്ച ശക്തനായ പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകനും അദ്ദേഹമാണ്. അത്ഭുതങ്ങളും പരീക്ഷണങ്ങളും നിറഞ്ഞ മൂസാ നബിയുടെ യഥാർത്ഥ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഈജിപ്തിലെ അടിമകളായ ബനു ഇസ്രായേൽ ഗോത്രത്തിൽ ജനിക്കുന്ന ആൺകുട്ടികളെയെല്ലാം കൊന്നൊടുക്കാൻ ഫിർഔൻ ഉത്തരവിട്ട കാലത്താണ് മൂസാ നബി ജനിക്കുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന ഭയന്ന ഉമ്മയോട് അള്ളാഹു കൽപ്പിച്ചു, കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയിലേക്ക് ഒഴുക്കുക. അള്ളാഹുവിലുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ അവർ ആ കുഞ്ഞിനെ നദിയിലൊഴുക്കി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ പെട്ടി ചെന്നെത്തിയത് ഫിർഔന്റെ കൊട്ടാരമുറ്റത്താണ്. ഫിർഔന്റെ കാരുണ്യവതിയായ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ ആ കുഞ്ഞിനെ കണ്ടയുടൻ സ്നേഹത്തോടെ നെഞ്ചോട് ചേർത്തു. ശത്രുവിൻ്റെ കൊട്ടാരത്തിൽ ശത്രുവിൻ്റെ ചെലവിൽ തന്നെ മൂസാ നബി ഒരു രാജകുമാരനെ പോലെ വളർന്നു വന്നു. ഇത് അള്ളാഹുവിൻ്റെ വലിയൊരു പ്ലാനായിരുന്നു. യൗവനത്തിലെത്തിയ മൂസാ നബി ഒരിക്കൽ കൊട്ടാരത്തിന് പുറത്തു പോയപ്പോൾ ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽ വംശജനും തമ്മിൽ വഴക്കിടുന്നത് കണ്ടു. തൻ്റെ വംശജനെ രക്ഷിക്കാൻ വേണ്ടി മൂസാ നബി ആ ഈജിപ്തുകാരനെ ഒന്ന് കുത്തി. എന്നാൽ അപ്രതീക്ഷിതമായി അയാൾ അവിടെ മരിച്ചു വീണു. ഒരാളെ കൊല്ലുക എന്നത് മൂസാ നബിയുടെ ഉദ്ദേശ്യമായിരുന്നില്ല. അദ്ദേഹം അള്ളാഹുവോട് മാപ്പിരുന്നു. ഈ വിവരമറിഞ്ഞ ഫിർഔൻ തൻ്റെ വധിക്കാൻ ഉത്തരവിട്ടതറിഞ്ഞ് മൂസാ നബി ഈജിപ്റ്റ് വിട്ട് മദിയൻ എന്ന പ്രദേശത്തേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് അദ്ദേഹം ഷുഐബ് നബിയെ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ച് അടുത്ത 10 വർഷത്തോളം അവിടെ ഒരു ആട്ടിടനായി ലളിതമായ ജീവിതം നയിക്കുകയും ചെയ്തു. 10 വർഷത്തിന് ശേഷം തൻ്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിലേക്ക് മടങ്ങുന്ന വഴിയിൽ തുവ എന്ന വിശുദ്ധ താഴ്വരയിൽ വെച്ച് മൂസാ നബി ഒരു തീ കണ്ടു. അവിടെ എത്തിയ അദ്ദേഹത്തോട് അള്ളാഹു നേരിട്ട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് 2 വലിയ അത്ഭുതങ്ങൾ നൽകി. ഒന്ന്, തൻ്റെ കയ്യിലുള്ള വടി നിലത്തിട്ടാൽ അത് വലിയൊരു പാമ്പായി മാറും. 2, തൻ്റെ കൈ ജാക്കറ്റിനുള്ളിൽ വെച്ച് പുറത്തെടുത്താൽ അത് സൂര്യനെപ്പോലെ തിളങ്ങും. ഈ അടയാളങ്ങളുമായി ഫിർഔന്റെ അടുക്കൽ ചെന്ന് അവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനും ഇസ്രായേൽ ജനതയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാനും അള്ളാഹു കൽപ്പിച്ചു. സംസാരിക്കുമ്പോൾ ചെറിയൊരു വിക്കുള്ളതിനാൽ തൻ്റെ സഹോദരൻ ഹാറൂനെയും കൂടെ അയക്കണമെന്ന് മൂസാ നബി പ്രാർത്ഥിച്ചു. അള്ളാഹു അത് സ്വീകരിച്ചു. മൂസാ നബിയും ഹാറൂൻ നബിയും ഫിർഔന്റെ കൊട്ടാരത്തിലെത്തി അള്ളാഹുവിൻ്റെ സന്ദേശം കൈമാറി. എന്നാൽ അഹങ്കാരിയായ ഫിർഔൻ ഇത് വെറും അഭിചാരമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. തൻ്റെ രാജ്യത്തെ ഏറ്റവും മികച്ച മാന്ത്രികരെ അവൻ മൂസാ നബിക്കെതിരെ അണിനിരത്തി. ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് മാന്ത്രികർ അവരുടെ കയറുകളും വടികളും നിലത്തിട്ടു. അവ പാമ്പുകളെപ്പോലെ ചലിക്കാൻ തുടങ്ങി. ജനങ്ങൾ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മൂസാ നബി തൻ്റെ വടി നിലത്തിട്ടു. അത് യഥാർത്ഥത്തിലുള്ള ഒരു കൂറ്റൻ പാമ്പായി മാറി. മാന്ത്രികരുടെ കള്ളത്തരങ്ങളെ മുഴുവൻ വിഴുങ്ങി. ഇത് ആഭിചാരമല്ല, ദൈവത്തിൻ്റെ ദൃഷ്ടാന്തമാണെന്ന് മനസ്സിലാക്കിയ മാന്ത്രികർ
ഫിർഔനെ ഭയപ്പെടാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് സാഷ്ടാംഗം പ്രണമിച്ചു. സത്യം മനസ്സിലായിട്ടും ഫിർഔൻ പിന്മാറിയില്ല. അവൻ വിശ്വാസികളെ കൂടുതൽ പീഡിപ്പിച്ചു. ഒടുവിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഒരു രാത്രിയിൽ മൂസാ നബി തൻ്റെ ജനങ്ങളെ ഒട്ടാകെ കൂട്ടി ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടാൻ യാത്ര തിരിച്ചു. നേരം പുലർന്നപ്പോഴേക്കും ഫിർഔനും അവൻ്റെ കൂറ്റൻ സൈന്യവും ഇവരെ പിന്തുടർന്നു. മുന്നിൽ വിശാലമായ ചെങ്കടൽ, പിന്നിൽ കൊല്ലാൻ വരുന്ന ഫിർഔന്റെ സൈന്യം. ഇസ്രായേൽ ജനത ഭയന്നു വിറച്ചു. അവർ പറഞ്ഞു, നമ്മൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അചഞ്ചലമായ വിശ്വാസത്തോടെ മൂസാ നബി പറഞ്ഞു, ഒരിക്കലുമില്ല, എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്. അവൻ എനിക്ക് വടി കാണിച്ചു തരും. അല്ലാഹു കൽപ്പിച്ചു, നിന്റെ വടി കൊണ്ട് കടലിൽ അടിക്കുക. മൂസാ നബി കടലിൽ അടിച്ചതും സമുദ്രം പിളർന്ന് ഇരുവശങ്ങളിലും വലിയ പർവ്വതങ്ങൾ പോലെ വെള്ളം നിന്നു. നടുവിലൂടെ ഉണങ്ങിയ 12 വഴികൾ തെളിഞ്ഞു. മൂസാ നബിയും ജനങ്ങളും സുരക്ഷിതമായി അക്കരെ കടന്നു. ഇവർക്ക് പിന്നാലെ ഫിർഔന്റെ സൈന്യവും ആ കടൽ വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ കടൽ പൂർവ്വസ്ഥിതിയിലാവുകയും ഫിർഔനും അവൻ്റെ സൈന്യവും അപ്പാടെ മുങ്ങി മരിക്കുകയും ചെയ്തു. മരണസമയത്ത് അവൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് നിലവിളിച്ചെങ്കിലും അള്ളാഹു അത് സ്വീകരിച്ചില്ല. അഹങ്കാരിയായ ഫിർഔന്റെ ശരീരം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു പാഠമായി അള്ളാഹു ഇന്നും കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചു വച്ചിരിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തിൽ വിശ്വസിച്ചാൽ അവൻ വഴി തുറന്നു തരുമെന്ന വലിയൊരു പാഠമാണ് മൂസാ നബിയുടെ ജീവിതം നമുക്ക് നൽകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രവാചകന്റെ ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.